അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപം കൊണ്ടത് 1953 ഒക്ടോബർ 1-നാണ്. ആന്ധ്ര എന്നായിരുന്നു ആ സംസ്ഥാനത്തിൻ്റെ പേര്. അതിൻ്റെ തലസ്ഥാനം കർണൂൽ. പിന്നീട് 7-ാം ഭേദഗതി നിയമത്തിലൂടെ ആന്ധ്രയിൽ നിന്നും മദ്രാസ് പ്രവിശ്യയെ ഒഴിവാക്കിയും ഹൈദരാബാദിനെ കൂട്ടിച്ചേർത്തും ആന്ധ്രാപ്രദേശ് എന്ന പേരിൽ 1956 നവംബർ 1-ന് പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപം കൊണ്ടത് 1953 ഒക്ടോബർ 1-നാണ്. ആന്ധ്ര എന്നായിരുന്നു ആ സംസ്ഥാനത്തിൻ്റെ പേര്. അതിൻ്റെ തലസ്ഥാനം കർണൂലായിരുന്നു. 2016 നടന്ന ആദ്യ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷ. ആന്ധ്രയുടെ ആദ്യ മുഖ്യമന്ത്രി ടി. പ്രകാശം 1953 മുതൽ 1954 വരെയായിരുന്നു. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രി നീലം സഞ്ജീവ റെഡ്ഡി. ആന്ധ്രയുടെ മുഖ്യമന്ത്രി ടി. പ്രകാശവും ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രി നീലം സഞ്ജീവ റെഡ്ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ആയിരത്തി 1948 ഏപ്രിൽ 7-ന് രൂപീകൃതമായ ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ ദിനമായി ആചരിക്കപ്പെടുന്നത് ഏപ്രിൽ 7-നാണ്. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡൻ്റായ ആദ്യ വനിത രാജ്കുമാരി അമൃത് കൗർ. 1950-ലാണ് രാജ്കുമാരി അമൃത് കൗർ പ്രസിഡൻ്റായത് ലോകാരോഗ്യ സംഘടനയിൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു രാജ്കുമാരി അമൃത് കൗർ. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ്. ലോകാരോഗ്യ സംഘടനയുടെ 8ാമത്തെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് 2 തവണ. ലോകാരോഗ്യ സംഘടന വയോജന നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. നിസ്സഹകരണ സമര പ്രസ്ഥാനം, ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ആൻസർ എ 3. അതിൽ ഓർഡറിന് എഴുതാനാണ്. 3 ചമ്പാരൻ സത്യാഗ്രഹം ആണ് ആദ്യത്തേത്. അത് 1917-ലാണ്. ഖേദ സത്യാഗ്രഹം 1918-ലാണ്. നിസ്സഹകരണ പ്രസ്ഥാനം 1920-ലാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. അത് അന്ന് 2023 വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്ക അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിൻ്റെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ്. വക്കം മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ച വർഷം 1873 ഡിസംബർ 28-നാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് 1873 ഡിസംബർ 28-നാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മഗൃഹം പൂന്ത്രാൻ വിളാകം വീട്, ചിറയൻകീഴ് താലൂക്ക്, തിരുവനന്തപുരം. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1910 ദിവാൻ പി. രാജഗോപാലാചാരി കണ്ടുകെട്ടിയ പ്രസ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരികെ കൊടുക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. 1904 അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. SNDPയുടെ മാതൃകയിൽ വക്കം മൗലവി രൂപം നൽകിയ സംഘടന ഏതാണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം.
വക്കം മൗലവി ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം 1925.